വീടെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല മഴയൊക്കെ കഴിഞ്ഞത് കാരണം ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ എടുത്തൊന്ന് അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ വലിയ ലീഫായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ഞാൻ ചുമരുമ്പോഴൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അകത്തേക്ക് എല്ലാവരും എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിത് മഴ വരുമ്പോൾ എടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ. അപ്പോൾ ഇതാ സുമേഷ് ചേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, കൈലാസ് ഉണീച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ രാവിലത്തെ അടുക്കളപ്പണിയിലാണ്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. വറുത്ത് വെച്ച പൊടിയായത് കാരണം നല്ലപോലെ വെള്ളം കുഴച്ചിട്ട് പെരക്കി കുറച്ച് സമയം ഒന്ന് വെക്കണം. അങ്ങനെ ആകുമ്പോൾ വെള്ളം നല്ലോണം കുടിച്ച് നല്ല പുട്ടായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ പുട്ടിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് ആവി വന്നിട്ടുണ്ട്. ഇനിയിപ്പം മക്കൾക്ക് തിരക്കായി സ്കൂളിൽ പോകണം. പുട്ടിന് ഞാൻ ചെറുപയർ കറിയായിരുന്നു ഉണ്ടാക്കിയത്, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പുട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് മോയതാ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. മോൻ സ്കൂളിൽ പോയ പാടെ തന്നെ ഞാൻ മോളെയും സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്, അംഗൻവാടിയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അച്ഛൻ വീട്ടിലുള്ളത് കൊണ്ട് മോൾക്ക് അച്ഛൻ തന്നെ കൊണ്ടാക്കണം എന്നുള്ള പരാതിയാണ്. അതെപ്പോഴും അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ കുട്ടിയാണ്, അച്ഛൻ കുട്ടി. അപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അച്ഛനാണ് ഇന്ന് അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോയത്. അച്ഛനും മോളും അങ്ങ് പോയതിന് ശേഷം ഞാനിതാ എൻ്റെ പണികളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചക്കേക്കുള്ള പണിയാണ്. ഇന്ന് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂന്തൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മഞ്ഞൾ പൊടിയും മസാലപ്പൊടിയുമാണ് ഇട്ടത്. മുളക് പൊടി അധികം ഇട്ടിട്ടില്ല. മഞ്ഞൾ പൊടിയും അതിൻ്റെയൊക്കെ മണം മാറിയതിന് ശേഷം തക്കാളി മുറിച്ച് വെക്കുന്നുണ്ട്. ഞാനൊന്നും ആദ്യമേ മുറിച്ച് വെക്കത്തില്ല, എല്ലാം അന്നേരം തന്നെ കയ്യാൽ അടുപ്പത്ത് മുറിച്ചിടും. ആ മുറിച്ച് വെക്കുന്ന സമയം ഇതിൽ കയ്യല്ലോ. അപ്പോൾ ഇതാ അതും കൂടി കഴിഞ്ഞ് ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഇട്ട് അതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ സുമേഷ് ചേട്ടൻ വന്നിട്ടുണ്ട്. സുമേഷ് ചേട്ടൻ വന്ന് കണ്ട് ആൾ ഫസ്റ്റ് ഓർഡർ ആയിട്ടുണ്ട്. വന്നിട്ട് അവനെ ആരെത്തിയാലും അവനെ ആദ്യം നമ്മൾ ഒന്ന് പോയിട്ട് എന്താ പറയുക, മിനുക്കണം. അതാണ് ഓൻ്റെ പരിപാടി. എന്താ കൊണ്ടുവന്നത് എന്തെല്ലാം എന്നുള്ള കണക്കെടുക്കാൻ വയ്യാതെ നടക്കുന്നുണ്ട്. ഞാനുള്ള സാധനം എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ അപ്പാടെ കയറ്റുന്നുണ്ട്. കക്ഷി അപ്പോൾ അവിടെയും വന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ സുമേഷ് ചേട്ടൻ കുറച്ച് ഉച്ചയോടെ അടുത്തപ്പോൾ മൂപ്പർക്ക് ചെറിയ വിശപ്പ് തട്ടിയോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാപ്പി കാച്ചെന്ന്. അങ്ങനെ പാല് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാലൊക്കെ വെച്ച് നല്ലൊരു ബ്രൂവിൻ്റെ കോഫിയാണേ കാച്ചി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ആ സമയത്തൊക്കെ കാപ്പി കുടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ രാവിലെ ഒന്നും കോഫി വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചില സമയം തോന്നുമ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ അതൊരു സുഖം തന്നെയല്ലേ. അപ്പോൾ ഇതാ കോഫിയെല്ലാം കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുക്കളപ്പണിയിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഇതാ ഇന്ന് പിന്നെ മീൻ ഇന്നലെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, മത്തിയാണേ കിട്ടിയത്. അപ്പോൾ കൂന്തൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതാ മത്തി പൊരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ചരുവാണ് കറി വെക്കാനുണ്ടായ. അപ്പോൾ ചരുവിൻ്റെ കറിയും കൂടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊന്ന് അപ്പാടെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇനിയിപ്പം വേറെ അടുക്കളയിൽ ചെയ്യേണ്ട വർക്കൊന്നും ഇല്ലാത്ത കാരണം അപ്പാട് തന്നെ കൊട്ടത്താളമൊക്കെ കഴുകി മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടത്തളമൊക്കെ കഴുകി കഴിഞ്ഞപ്പാടെ എത്ര നേരം കഴുകി വെച്ച് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് സമയം. അപ്പോഴേലും എന്തെങ്കിലും പാത്രം കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഇടും. പിന്നെ അത് കഴുകി അത് അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ നേരത്തൊന്നും ഈ വൃത്തിയൊന്നും നിൽക്കത്തില്ലല്ലേ. അപ്പോൾ ഇതാ ചൂടോടെ തന്നെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതല്ലേ, അതിൻ്റെ പടം തന്നെ ഞാൻ ഹാൻഡ് വാഷ് ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കറി പതക്കുന്നുണ്ട്. അടുപ്പത്ത് നിന്ന് പൊരിച്ച ഒരു ഭാഗമായിട്ട് ഞാനവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അതിനി ഒന്ന് തണിഞ്ഞിട്ട് വേണം അതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കറി നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റിയതിന് ശേഷം തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ മോളെ കൂട്ടാനായിട്ടുണ്ട്. മോള് അംഗൻവാടി വിടേണ്ട സമയമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏട്ടൻ വൈകുന്നേരം ആയപ്പോൾ മോളെ കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് അച്ഛനുള്ള ദിവസം അച്ഛൻ തന്നെ കൂട്ടണം, കൊണ്ടാക്കണം, അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം അവളുടെ. അവൾ അച്ഛൻ കുട്ടിയാണ്. ഇതാ വന്നിട്ടുണ്ട് കക്ഷി. അപ്പം നായ്ച്ചക്കനെ ഞാൻ അയച്ചു വിട്ടാണ്ടപ്പോൾ ആൾക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ, പിന്നെ അങ്ങ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.